ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ അങ്ങനെ നമ്മളൊരു പടം കണ്ടിട്ടുണ്ട്. അതായത് OTT പടമാണ്, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. പടത്തിൻ്റെ പേര് വരുന്നത് ടെസ്റ്റ് എന്നാണ്. പടത്തിനകത്ത് അഭിനയിച്ചേക്കുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ ആർ മാധവൻ, നയൻതാര, സിദ്ധാർത്ഥ്, മീര ജാസ്മിൻ ഇവരൊക്കെയാണ് പടത്തിനകത്ത് അഭിനയിച്ചേക്കുന്നത്. പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് എസ് ശശികാന്ത് എന്ന് പറയുന്ന ആളാണ്. സോ പടം ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ പടം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ തപ്പാം. നെറ്റ്ഫ്ലിക്സ് ഇല്ലാത്തവർക്ക് പടം വേറെ എവിടെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് അവിടെയും പോയി പടം കാണാവുന്നതാണ്. സോ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടം ഒരു 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 കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു പടം. അത്രേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തുള്ളൂ. എന്താ പറയുക, ക്രിക്കറ്റുമായിട്ട് ബന്ധമുണ്ട്, പിന്നെ ഫാമിലിയായിട്ട് ബന്ധമുണ്ട്, അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ട് മിക്സ് ആയിട്ട് പോകുന്ന ഒരു ടൈപ്പ് പടമാണ്. സോ സിദ്ധാർത്ഥിനകത്തൊരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് മാച്ചാണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് കാണിക്കുന്നത്. സോ മാധവനും നയൻതാര ഇതിനകത്ത് ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് വരുന്നത്. സോ സിദ്ധാർത്ഥിനകത്ത് ഞാൻ പറഞ്ഞു, സിദ്ധാർത്ഥിനകത്ത് ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. സിദ്ധാർത്ഥിൻ്റെ ലാസ്റ്റ് മാച്ചാണ്. സോ ആ മാച്ച് കുറച്ച് ക്രൂഷ്യലായിട്ടുള്ള ഒരു ഇതാണ്. പുള്ളിയുടെ കുറേ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കാരണം പുള്ളിക്കാരന് കളിയിൽ നിന്ന് റിട്ടയർഡ് ആകുക, അല്ലെങ്കിൽ പുള്ളിയുടെ റിട്ടയർമെൻ്റ് ആണ്. സോ ഒരു എന്താ പറയുക, നല്ല രീതിക്ക് ഒരു പേരൊക്കെ എടുത്തിട്ട് റിട്ടയർഡ് ആവണം എന്നുള്ള ആ ഒരു ഒരു മൈൻഡ് സെറ്റിൽ കളിക്കാനായിട്ടൊക്കെ പോകുന്നതും പിന്നീട് ഉണ്ടാകുന്ന വേറെ കുറേ പ്രശ്നങ്ങളും പുള്ളിയുടെ ലൈഫുമായിട്ടും മറ്റവരുടെ ലൈഫുമായിട്ട്, അതായത് മാധവൻ്റെയും നയൻതാരയുടെ ലൈഫുമായിട്ട് അതെങ്ങനെ ബന്ധമാകുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ കണക്റ്റ് ആകുന്നു എന്നുള്ളതൊക്കെ കാണിച്ചു തരുന്ന ഒരു പടമാണ്. ഇതിനകത്ത് പെർഫോമൻസ് വൈസ് പറയുമെങ്കിൽ എല്ലാവരും ഒരു രക്ഷയില്ല, മോനെ കിടുക്കൻ. എനിക്ക് സ്റ്റോറി വൈസ് അല്ലെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, മൂവി എങ്ങനെ ഉണ്ട് എന്നൊന്നും ചോദിച്ചാൽ ഞാൻ നല്ലൊരു മിക്സറാണ്. പക്ഷേ ഇതിനകത്ത് എല്ലാവരുടെയും പെർഫോമൻസ്, അത് A to Z ഇതിനകത്ത് വന്നിട്ടുള്ള കാസ്റ്റുകൾ പക്ക കാസ്റ്റാണ്. എല്ലാവരുടെയും പെർഫോമൻസ് പക്കയാണ്. മാധവൻ്റെ പെർഫോമൻസ് ആക്ച്വലി മാധവനെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ നോർമലി എങ്ങനെയാണോ മാധവനെ കാണുന്നത്, ആ ഒരു നോർമൽ പെർഫോമൻസിൽ നിന്നാണ് മാധവൻ പടം കംപ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഒരു പോയിന്റ് എത്തുമ്പം മാധവൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഷിഫ്റ്റ് ഉണ്ട്, അത് കിടുക്കനാണ്. നയൻതാരയ്ക്കും ഉണ്ട് അതുപോലെ ഒരു ചെറിയൊരു മൊമെൻറ്റ് ഷിഫ്റ്റ്. ബട്ട് അത് ഞാൻ പറഞ്ഞ സ്പോയിലറായപ്പോൾ പടം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ അതുപോലെ സിദ്ധാർത്ഥിൻ്റെ ആണെങ്കിലും നല്ലൊരു കിടുക്കനായിട്ടുള്ളൊരു പെർഫോമൻസും കാര്യമാണ്. മീര ജാസ്മിൻ്റെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തി കുറേ നാൾക്ക് ശേഷം നമ്മുടെ ഇവിടെ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിരുന്നു. ബട്ട് ആ പടത്തിനകത്തൊന്നും വലുതായിട്ടുള്ളൊരു പെർഫോമൻസ് ഒന്നും കാണാൻ പറ്റില്ല. ബട്ട് ഈ പടത്തിനകത്ത് ഒരു നോർമൽ, അത്യാവശ്യം നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് ക്വാളിറ്റി പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വന്നിട്ടുള്ള ഒരുപാട് പോലീസുകാരായിക്കോട്ടെ, സൈഡ് കാസ്റ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അത് പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, എക്സെട്ര സോ മെനി ക്യാരക്ടേഴ്സ്, എല്ലാവരും നല്ല കിടുക്കം പെർഫോമൻസ്. ആരുടെയും പെർഫോമൻസ് നമുക്ക് ഒരു കല്ലുകടിയായിട്ട് നമുക്കൊരു എന്താ പറയുക, ഇവർ വേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നില്ല. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. നോർമൽ ഒരു പടം നിങ്ങൾക്ക് കുറച്ച് പെർഫോമൻസ് വൈസ് ഒക്കെ കാണാൻ പറ്റിയ ഒരു നൈസ് പടമാണ്. ഇതിനകത്ത് എനിക്ക് ചെറുതായിട്ട് എനിക്കൊരു എന്താ പറയുക, ഒരു കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിലെന്ന് തോന്നിയത് മാധവനും നയൻതാരയും ഭാര്യ ഭർത്താക്കന്മാരുള്ളൂ. അപ്പോൾ അവരുടെ ആ ഒരു കെമിസ്ട്രി നൈസാണ് കണ്ടിരിക്കാനും. ബട്ട് ഇതിനകത്ത് സിദ്ധാർത്ഥും മീര ജാസ്മിനും അതേപോലെ കപ്പിൾസാണ്, പെയറാണ്. ബട്ട് അവരുടെ ആ റിലേഷൻഷിപ്പ് അത്രയ്ക്ക് അങ്ങോട്ടൊരു സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം പുള്ളിക്കാരൻ അനുഭവിക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ അത് എന്താ പറയുക, നമുക്കതങ്ങോട്ട് ഫാമിലിയിലോട്ട് പോയി ഫാമിലി പ്രശ്നമാണോ, അല്ലെങ്കിൽ ആ ഫാമിലി പ്രശ്നം നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ഫീൽ ആകത്തില്ല. ബട്ട് മറ്റവരുടേത് ഒരു ഫാമിലി ഇഷ്യൂ വരുമ്പം നമുക്കത് കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലാവും, അല്ലെങ്കിൽ അത് അവരുടെ ഫാമിലിയിലെ ഇഷ്യൂ ആണെന്നുള്ളത് നമുക്ക് അവരുടെ പെർഫോമൻസിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് സിദ്ധാർത്ഥ് ആൻഡ് മീര ജാസ്മിൻ അവരുടെ പേർ കുറച്ചും കൂടെ ഒന്ന് റീവർക്ക് ചെയ്തിരുന്നെങ്കിൽ, കാസ്റ്റ് വൈസ് ഓക്കെ, ബട്ട് കുറച്ചും കൂടെ റീവർക്ക് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആയേനെ. പിന്നെ സ്റ്റോറി വൈസ് ചെയ്യാൻ ഒരു നോർമൽ പടമാണ്. ക്രിക്കറ്റ്, ലൈഫ്, പൊളിറ്റിക്കൽ, ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് പോകുന്നൊരു പടമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് മാധവൻ്റെ ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരൻ്റെ ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റിങ്ങും ഉണ്ട്, നോർമൽ ആയിക്കോട്ടെ, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നയൻതാരയുടെയും മാധവൻ്റെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ക്യാരക്ടർ വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. രണ്ടും വേറെ ഒരു പോയിന്റ് എത്തുമ്പോൾ അവരുടെ ക്യാരക്ടർ ഷിഫ്റ്റിംഗ് ആയിക്കോട്ടെ, അതൊക്കെ നൈസാണ്, നമുക്ക് കണ്ടിരിക്കാൻ രസമാണ്. നിങ്ങൾക്ക് സമയമുള്ളപ്പം OTT പോയിരുന്ന് കാണാം, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പടം കിട്ടുന്നത്. സോ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ടാറ്റാ.